2008 ഒക്ടോബർ 8 അന്ന് രാജ്യം ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ അമേരിക്കൻ സർക്കാരുമായി ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. അന്ന് ഇടതുപക്ഷം പറഞ്ഞു, ഇത് ആണവ സഹകരണ കരാർ മാത്രമല്ല, ഇത് ഇന്ത്യയെ അമേരിക്കയുടെ അടിമരാജ്യമാക്കി മാറ്റാനുള്ള കരാറാണെന്ന്. അന്ന് പലരും ഇടതുപക്ഷത്തെ വികസന വിരുദ്ധർ, രാജ്യദ്രോഹികൾ എന്നെല്ലാം വിളിച്ച് അവഹേളിച്ചു. എന്നാൽ ഇടതുപക്ഷം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായെന്ന് കാലം തെളിയിക്കുന്നു. ഇടതുപക്ഷമാണ് ശരി, കാലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ തനിനിറം ഇടതുപക്ഷം പലതവണ തുറന്നുകാട്ടിയതാണ്. പക്ഷേ അന്നെല്ലാം അന്ധമായ അമേരിക്കൻ വിരുദ്ധർ, വികസന വിരുദ്ധർ, സോവിയറ്റ് ഭക്തർ, ചൈനീസ് ചാരന്മാർ എന്നിങ്ങനെ മുദ്ര കുത്തപ്പെട്ടു. എന്നാൽ ഇടതുപക്ഷമാണ് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഒന്നാം UPA സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലം അമേരിക്കയുമായി ആണവ സഹകരണ കരാറിൽ ഒപ്പുവെക്കാൻ മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു. കരാറിൽ ഒപ്പിട്ടാൽ ആണവോർജ്ജ മേഖലയിലെ ഒറ്റപ്പെടൽ അവസാനിക്കുമെന്നും 2020 ഇന്ത്യയിൽ 20,000 മെഗാവാട്ട് ആണവോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവകാശപ്പെട്ടു. മൻമോഹൻ സിംഗിന്റെ അവകാശവാദം വസ്തുതകൾ നിരത്തി ഇടതുപക്ഷം ഖണ്ഡിച്ചു. ആണവ കരാർ നടപ്പിലാക്കുന്നതിനായി അമേരിക്കൻ നിയമനിർമ്മാണ സഭകൾ ഹൈഡാക്ട് എന്നൊരു നിയമം പാസാക്കി. ആണവ കരാർ നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയുടെ വിദേശ നയം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചാകുമെന്ന് ഹൈഡാക്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹൈഡാക്ട് ഇന്ത്യക്ക് ബാധകമല്ല എന്നതായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ നൽകിയ വിശദീകരണം. രാജ്യതാൽപര്യം ഹനിക്കുന്ന ആണവ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് ഇടതുപക്ഷം ഉറച്ച നിലപാടെടുത്തു. പറ്റില്ലെന്ന് മൻമോഹൻ സിംഗ്. അങ്ങനെ ഇടതുപക്ഷം മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. If the government of India wants to succumb to American pressure on this matter, I'm afraid they will be shown up to be having done an illegal act and which will be against the interests of the country. Now, division. ഒരു വിഭാഗം MP-മാർക്ക് കോഴ കൊടുത്താണ് മൻമോഹൻ സിംഗ് സർക്കാർ ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചത്. അന്ന് കോഴപ്പണം ലോക്സഭയുടെ മേശപ്പുറത്തെത്തി. പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആണവ കരാർ കൊണ്ട് ഇന്ത്യ എന്ത് നേടി? ആണവ കരാറിലൂടെ ഇന്ത്യക്ക് 20,000 മെഗാവാട്ട് വൈദ്യുതി അധികമായി ലഭിക്കുമെന്നതായിരുന്നു അന്നത്തെ അവകാശവാദം. എന്നാൽ ഇതുവരെ 1 മെഗാവാട്ട് വൈദ്യുതി പോലും ഇന്ത്യക്ക് ലഭിച്ചില്ല. ഊർജാവശ്യങ്ങൾക്കായി ലോകം മുഖ്യമായും ഇപ്പോൾ ആശ്രയിക്കുന്നത് പുനരുപയോഗ ഊർജത്തെയാണ്. അമേരിക്കൻ ആണവ കമ്പനികളെല്ലാം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ആണവ റിയാക്ടറുകൾ ആരംഭിക്കാൻ അനുമതി നൽകുന്നതിനായി 1962 ആണവോർജ്ജ നിയമം മോദി സർക്കാർ ഭേദഗതി ചെയ്യുകയാണ്. ആണവ ദുരന്തമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് അമേരിക്കൻ കമ്പനികളെ പൂർണ്ണമായും ഒഴിവാക്കും. 2010 ആണവ അപകട സിവിൽ ബാധ്യതാ നിയമവും മോദി സർക്കാർ തിരക്കിട്ട് ഭേദഗതി ചെയ്യുകയാണ്. ചെർണോബൽ പോലെ, ഫുക്കുഷിമ പോലെ ഇന്ത്യയിൽ ഒരു ആണവ ദുരന്തമുണ്ടായാൽ 1 നയാ പൈസ പോലും നഷ്ടപരിഹാരം നൽകാതെ അമേരിക്കൻ ഭീമന്മാർക്ക് കൈകഴുകാം. മൻമോഹൻ സിംഗ് തുടക്കമിട്ട അമേരിക്കൻ ദാസ്യ നിലപാട് മോദി കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാജ്യം തലകുനിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് സാമ്രാജ്യത്വത്തിന്റെ ചൂഷണ നയങ്ങൾ, മറുവശത്ത് സാമ്രാജ്യത്വത്തിനു മുന്നിൽ തലകുനിച്ച് അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന BJPയും കോൺഗ്രസും. ഇടതുപക്ഷമാണ് ശരിയെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി രാജ്യവും ലോകവും തിരിച്ചറിഞ്ഞിരിക്കുന്നു.